ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പറക്കും വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ബ്രദേഴ്സ് ലാഫിംഗ് ചാലഞ്ച്. ഇത് ലാഫിംഗ് ചാലഞ്ചാണ്. കൂടുതൽ ആര് പോയിന്റ് എടുക്കും അവർക്ക് ഹോട്ടലിൽ പോയിട്ട് എന്ത് വേണമെങ്കിലും കഴിക്കാം, സ്പെഷ്യലായിട്ട് കഴിക്കാം. ഐ മീൻ, നീ ചിക്കൻ ബിരിയാണി കഴിച്ചാൽ പിന്നെ ഓപ്പോസിറ്റ് തോറ്റവനുണ്ടല്ലേ, നീ എന്തു തരൂ അത് ഞാൻ കഴിക്കണം. ഓക്കെ ആണല്ലേ? ഇന്ന് നിന്നെ പച്ചവെള്ളം കുടിപ്പിക്കുന്ന പച്ചവെള്ളം ആര് കുടിക്കുന്നത് നമുക്ക് നോക്കാം. ഗൈസ് മനസ്സിലായാലേ? ബ്രദേഴ്സ് ലാഫിംഗ് ചാലഞ്ച് ആണ്. 3 റൗണ്ടാണ് വരുന്നത്. ആര് കൂടുതൽ ജയിക്കും അവർക്ക് സ്പെഷ്യലായിട്ട് ഫുഡ് ഹോട്ടലിൽ നിന്ന് കഴിക്കാം. ആര് തോക്കും ജയിച്ചവൻ എന്ത് കഴിക്കാൻ പറയൂ അത് കഴിക്കണം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിൽ പോവാം. അപ്പോൾ ഫസ്റ്റത്തെ റൗണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്. ഫസ്റ്റത്തെ റൗണ്ടിന്റെ പേര് എക്സ്പ്രഷൻ ചാലഞ്ച്. ഗൈസ് അപ്പോൾ 3 മിനിറ്റ് ആണ് ടൈം. സ്റ്റാർട്ട്. ഒന്ന് കാണിക്കട്ടെ. ചിരിച്ചല്ലേ? അല്ല സംസാരിക്കണ്ടല്ലേ? നിന്നെ ചിരിപ്പിക്കാനല്ലേ? അല്ല നീ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞ നിന്റെ ചാലഞ്ച് വീഡിയോ എന്താ? ചിരിപ്പിച്ചാ മതിയല്ലേ? എക്സ്പ്രഷൻ ചാലഞ്ച് ആണ്. എക്സ്പ്രഷൻ ചാലഞ്ച്. നീ വല്ല എക്സ്പ്രഷൻ നീ കാണിച്ചിട്ട് എന്നെ ചിരിപ്പിക്കണോ? തൊട്ടിട്ടല്ല മോനെ. നീ ക്വാളിഫൈ അല്ല, ക്വാളിഫൈ നീ അൺക്വാളിഫൈ. ഫസ്റ്റ് റൗണ്ട് ഔട്ടാ. മണ്ടത്തരം കളിക്കല്ലേ എക്സ്പ്രഷൻ ആവില്ല. അപ്പൊ നീ തോറ്റ്. ഇവിടെ നോക്ക്, ഇനി ടൈമർ ഉണ്ട്. ഇതാ, നീ ഫേസ് എക്സ്പ്രഷൻ വെച്ചിട്ട് എന്നെ ചിരിപ്പിച്ച നീ ജയിച്ച്. ഓക്കെ, റെഡി സ്റ്റാർട്ട്. 1 മിനിറ്റ് ടൈമർ സെറ്റ് ആക്കട്ടെ. ഗൈസ് സ്റ്റാർട്ട്. എടാ, എനിക്ക് എങ്ങനെ ചിരി വന്നറിയോ? ഞാൻ പറയുന്നില്ല, ഇതിന്റെ പറഞ്ഞ പിന്നെ നീ ദേഷ്യപ്പെടും. എന്റെ ഒരു സീക്രട്ട് സംഭവം എനിക്ക് കാണിച്ചു കൊടുത്താ അത് ചിരിച്ചു. എടാ അത് അവരും അറിയട്ടെടാ, അവരും അറിയട്ടെ. വേണ്ട, എനിക്ക് വിഷമാവും. പറഞ്ഞു ഗൈസ്, ഇവൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോഴുണ്ടല്ലേ ഇവന്റെ പല്ല് കുറച്ച് പൊന്തി കിടക്കുന്നുണ്ടാ. അപ്പോ ആ പല്ലൊന്ന് നോക്കടാന്ന് എപ്പോഴും പറഞ്ഞോണ്ടാവും. അപ്പൊ ഇപ്പൊ മെല്ലെ അത് ക്യാമറയിൽ വന്നിട്ടില്ലേന്ന് മെല്ലെ അവൻ ഇങ്ങനെ കാണിച്ചു തന്ന്. അപ്പൊ എനിക്ക് ചിരി വന്നുപോയി. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് നീ ജയിച്ചു. ഓക്കെ, നീ ഇപ്പൊ എന്നെ ചിരിപ്പിക്കും. ബാനു, നീ ഒരു 1.5 മിനിറ്റ് തന്നെ എന്നെ ചിരിപ്പിച്ചറാ. നീ പറഞ്ഞിട്ടല്ലേ? പറഞ്ഞു. അത് പറയണോ ഫ്രണ്ട്സ്? അത് കൊടുത്തിട്ടാ വീഡിയോ? കൊടുത്തിട്ടുണ്ട്. റണ്ണിങ്ങില്ലല്ലേ? ഫ്രണ്ട്സ്, ഫസ്റ്റത്തെ റൗണ്ടിൽ ഏട്ടൻ ജയിച്ചിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇനിയിപ്പോ ഞാൻ ചിരിപ്പിക്കണം അല്ലേ? ഓവർ കോൺഫിഡന്റ് ഓട്ടംബക്ക് നല്ലതില്ല തമ്പിയല്ല അണ്ണ. സ്റ്റാർട്ട്. ഓക്കെ, ഫേസ് ഇവിടെ നോക്കണേ. ടൈമർ എത്രയോ? ഒരു 14. എന്താ ഗ്ലാമറാണ് ഗ്ലാമർ. അവനെന്തരാ എക്സ്പ്രഷൻ അല്ലേ? എക്സ്പ്രഷൻ സംസാരിക്കാം ബാനു, സംസാരിക്കാം. ബാനു, നിനക്ക് ഫിലിം നോക്കണം എന്നല്ല പറഞ്ഞ വിജയന്റെ? ശരിയാ. 3 സെക്കൻഡാ. ഗൈസ്, എന്താ ഞാൻ പറയണ്ട, എനിക്കൊന്നും കിട്ടുന്നില്ല. ചിരിപ്പിക്കാൻ വല്ലാത്ത പാടാണല്ലേ. നിന്റെ നാക്കന്നെ മുത്തം വെക്കാൻ പറ്റില്ല, കുറച്ച് അങ്ങോട്ടേക്ക്. മുത്തം വെക്കാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുത്തം വെക്കാൻ പറ്റുന്ന കുറച്ച് നീ തള്ളിയതാ. രാവിലെ പല്ല് വെച്ചിട്ടില്ലല്ലേ? അത് മനസ്സിലാവുണ്ട്. അതെ, കുറച്ച് ചിരിക്കടാ വാനു, പ്ലീസ് റാ വാനു, ചിരിക്കടാ. എന്താ മനു,
ഞാൻ ഒരു കഥ പറയാം കേട്ടോ, ചെറിയ കഥ. ഓക്കെ, ചെറിയ കഥ പറയാനുള്ള ടൈമില്ല. പറ. അയ്യോ മനു, നിന്റെ പല്ലിന്റെ പ്രശ്നമാണല്ലോ, അതിൽ തന്നെ പിടിക്കാം. എത്ര ടൈം ഉണ്ട്? അത് ടൈം എത്ര ഉണ്ട്? അയ്യോ ഇനി 10 സെക്കൻഡ് ഓക്കെ. ക്ലിപ്പ് ഇട്ടാ ഉണ്ട് മനു, ക്ലിപ്പ് ഇട്ടാ നിന്റെ പല്ല് എങ്ങനെ ഉണ്ടാവും അറിയോ? നീ എന്നെ എങ്ങനെ പല്ല് വെച്ചിട്ടല്ല എന്നെ ഡാമേജ് ആക്കിയ, എന്നെ ചിരിപ്പിച്ച? അത് ഒരു കാര്യം പറയാം, നിന്റെ ക്ലിപ്പ് വെച്ചാൽ എങ്ങനെ, ക്ലിപ്പ് വെക്കാതെ പോയാൽ നിന്റെ പല്ല് എങ്ങനെ ഉണ്ടാവാ? ചിരിച്ചു ഇപ്പൊ ചിരിച്ച് അന്ന കാര്യമില്ല. എന്താ പറഞ്ഞ 3 മിനിറ്റ് കഴിഞ്ഞ് ഗായ്സ്, കാര്യമില്ല ചിരിപ്പിച്ചിട്ട്. നാനെന്റെ ചിരി വന്നിട്ടില്ല. നാനതിന് വേറെ പാവോ ചക്ക ഈ വെയിലത്ത് നിന്ന് കുറെ വിസർത്തിന് കുറച്ച് പണിയെടുത്തിട്ട് അവന്ന് ചിരിച്ച് കാണിച്ച് നീ ഒന്ന് സന്തോഷിക്ക്. 3 മിനിറ്റ് കഴിഞ്ഞ് ചിരിപ്പിക്കാൻ പറ്റും. ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്, ഏട്ടൻ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ റൗണ്ടിന്റെ പേര് തർക്കുത്രം ചാലഞ്ച്. തർക്കുത്രം എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചോദിക്കും അതിന്റെ ഉൾട്ട തന്നെ നീ തരണോ കേട്ടോ ആൻസർ. പക്ഷെ 3 മിനിറ്റ് ആണ് ടൈമുള്ളത്. റെഡിയാണോ? ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് സ്റ്റാർട്ട്. 3 മിനിറ്റ് കേട്ടോ. അവനെ എവിടെ പേര്? അല്ല പേര് ഞാൻ തന്നെ തർക്കുത്തരത്തിൽ സംസാരിച്ചിട്ട്. പേരെന്ത്? പേരാ? ആ പേര് പേരെന്ത്? ധന്യവാദ്. ധന്യവാദ്. എന്ത് പേര്? എന്റെ ഒറിജിനൽ പേര് പറയണ്ടല്ലേ? ധന്യവാദ് പേരുണ്ടാവൂലേ? ധന്യവാദ്, ആശീർവാദ്. എത്ര നോർത്ത് ഇന്ത്യയിൽ പോയാൽ മതി, ധന്യവാദിന് എത്ര പേരുണ്ടാവും മോനെ? കറക്റ്റ് അല്ലേ? ധന്യവാദിന് പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിപ്പിക്കണേ. മനസ്സിലായിട്ടില്ല ഞാൻ പറയുന്നത് പേര്. നിനക്ക് സ്ക്രിപ്റ്റ് മനസ്സിലാവാത്ത പ്രശ്നം എന്റേതാണോ ഗായ്സ്? സ്ക്രിപ്റ്റ് കറക്റ്റാ ഗായ്സ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണേ. ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ ചോദിക്കുന്നതിന് എല്ലാത്തിനും നീ തർക്കുത്രം പറയണോന്ന്. തർക്കുത്രം പേര് ഇവിടെ നോക്ക്, പേരെന്താന്ന് ചോദിക്കുമ്പോ ധന്യവാദ്. ഇത് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്യുന്നു. എന്താ പറഞ്ഞ? നീ ഫസ്റ്റ് എന്നെ ചിരിപ്പിക്കുമ്പോ നീ എന്താ പറഞ്ഞേ? ഇതിൽ ഞാൻ ജയിച്ചു. ഈക്വൽ അല്ല, ഇപ്പൊ നീ ചോദിക്കും. ഒരു മിനിറ്റ് ഇല്ല, ജയിച്ചെന്ന് വെച്ചാൽ ഈ റൗണ്ടില് രണ്ടാമത്തെ റൗണ്ട് അല്ലല്ല. ഒരു കാര്യം പറയട്ടെ. ധന്യവാദ് ഉണ്ടാവില്ലേ? ധന്യവാദ് ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിൽ കുറെ ആൾക്കാർക്ക് ധന്യവാദ് പേരുണ്ടാവും. നീ വേണമെങ്കിൽ ഇൻസ്റ്റയിൽ സെർച്ച് ആക്കി നോക്കുക, അതിലേക്ക് കിട്ടും എനിക്ക്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ റൗണ്ടില് ഞാൻ ജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നീ ചോദിക്കും. 1 മിനിറ്റ്, 2 മിനിറ്റും ആയിട്ടില്ല, 1 മിനിറ്റ് തന്നെ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഇപ്പൊ നീ ചോദിച്ചോ. എന്റെ ചാൻസാ. ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? പ്ലേസ് അല്ല, ആലോചിക്കാൻ പാടില്ല കേട്ടോ. ആലോചിച്ചിട്ടുള്ള ആൻസർ നീ പറയുന്നത് മോനെ. ആലോചിക്കാനൊന്നുമില്ല, പറയാനുള്ള ഒരു ടൈം തരണ്ടേ ഗായ്സ്? പ്ലേസ് പറഞ്ഞു, അപ്പൊ തന്നെ പറഞ്ഞു. നെക്സ്റ്റ് ചോദിക്കും. അപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എന്താ? നിൽക്കുന്ന സ്ഥലം പറ. ഐസ്ക്രീം. എന്റെ കയ്യിലെന്തത്? അതെന്തത്? പറ. കാറ്. ഫസ്റ്റത്തെ കളിയിൽ എന്നെ കളിപ്പിച്ചിട്ടേ. ഇപ്പൊ ഉച്ചക്ക് എന്താ കഴിച്ചേ? ജർമ്മനി. ടൈം ആയിട്ടില്ല. ഓക്കെ, എത്ര മിനിറ്റ് ആയി? 1 മിനിറ്റ് ആവാൻ സമയമുണ്ട്. 1 മിനിറ്റ്. നീ ഇപ്പൊ ചോദിച്ചോ, ഞാൻ പറയാലേ. നീ എപ്പോഴാ നാട്ടിൽ പോണേ? അല്ല തെറി പറയരുതല്ലേ? അല്ല തോറ്റ്. 1 മിനിറ്റ് തോറ്റില്ല. നീ പറഞ്ഞു ആലോചിച്ചിട്ടാ പറയുന്നത്. കുറച്ച് വേർഡ് അല്ല പറയാൻ വന്നേ. ഓക്കെ, ബ്ലറാക്കാം. നീ ചോദിച്ച ടൈമർ പോയോണ്ട് നിനക്ക് ക്യാപ്പ് ഉണ്ട്, ടൈം ഉണ്ട് വാനോ. വേറെ ചോദിക്കുന്നെങ്കിൽ ചോദിക്കാം. അത് നീ ഇവിടെ നോക്ക്, തർക്കുത്ര ചാലഞ്ച് ആണ്. നീ ചോദിക്കുന്നതിൽ ഞാൻ ആൻസർ പറയുന്നുണ്ട്. അതല്ല ആൻസർ പറഞ്ഞു ടൈമർ പോകുന്നുണ്ട്. ടൈമർ ഉണ്ട്. തോറ്റി. സംഭവം എന്താ പറഞ്ഞാല് നീ ആലോചിച്ചിട്ട് വേറെന്തോ പറയുന്നു. വേറെന്തോ അതല്ല ചാലഞ്ചിന്റെ പേര്. ആലോചിക്കാനേ ഒന്ന് പറഞ്ഞ കുറച്ച് ടൈമാ. ബാഡ് വേർഡ് പറയുന്നത്. ബാഡ് വേർഡ് ഇങ്ങനെ ആൻസർ പറയാം. ബാഡ് വേർഡ് പറയരുത്. ഒരു 5 കൊല്ലം അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ റിലേറ്റഡ് ആയി. ഞാൻ ഔട്ട്. നിനക്ക് ഇത് ചോദ്യം തന്നെ നിനക്ക് കളി തന്നെ മനസ്സിലായിട്ടില്ല നിനക്ക് ശരിക്കും. അതിന്റെ ആൻസർ ടൈം ഉണ്ട്. ഓക്കെ, നിന്റെ ഷൂവിന്റെ കളർ എന്താ? നോക്കാണ്ട് പറ. ഷൂവിന്റെ കളർ എന്താ? ആനമുട്ട. ഗൈസ് ഓക്കെ,
ഞാൻ ജയിച്ചോട്ടോ. ആനമുട്ട എന്താ കളറുള്ളേ? ആനമുട്ട എന്താ കളർ? കഴിഞ്ഞ ഓവർ, ടൈം ഓവർ. ഗൈസ് 3 മിനിറ്റായി, ചിരിപ്പിക്കാൻ പറ്റില്ല. അല്ല, ഇവനക്ക് ജയിക്കാൻ പറ്റില്ല. ഇപ്പൊ നീ എന്താ പറഞ്ഞ? ആനമുട്ട നീ ജയിച്ചിന്നാ? ആനമുട്ട കളർ ഉണ്ടാ മോനെ? ആനമുട്ട മണ്ടത്തരം പറയല്ലേ? ആനമുട്ട എന്താ കളറ്? എടാ കളർ എന്താന്ന് ചോദിക്കുമ്പോ പച്ച, മഞ്ഞ, ചോപ്പ് വല്ലത് എന്തെങ്കിലും പറഞ്ഞാ അത് ഞാൻ തോറ്റെന്ന് പറയാം. ആനമുട്ട അത് ഒരു തർക്കുത്രല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അതെങ്ങനെ നീ ജയിക്കൂ? മണ്ടത്തരം പറയില്ലേ? അപ്പോ ഇന്നത്തെ ഈ ചാലഞ്ചിൽ ഞാൻ ജയിച്ചു. നീ അങ്ങനെ പ്രഖ്യാപിക്കും നീ ജയിച്ചത്? ഓക്കെ ഗായ്സ്, ഇവനെ ഇതാക്കിച്ചതാ. ഇവന്റെ ഈ സെക്കൻഡ് ഈ ഗെയിം എനിക്ക് അത്ര നീ എക്സ്പ്ലെയിൻ ആക്കിയിട്ടില്ല. കണ്ട ഗൈസ്, തോറ്റണ്ടല്ല, അതിക്ക് പറയാനുള്ള 100 കാരണങ്ങൾ തോറ്റവർക്ക് ഉണ്ടാവും. അതിലൊരു കാരണമാണ് ഇത്. ഇവന് മനസ്സിലായിട്ടില്ലാന്ന്. ഗൈസ്, അപ്പോൾ 3ാമത്തെ റൗണ്ട് എത്തിയിട്ടുണ്ട്. ഫസ്റ്റത്തെ 2 ചാനലിലും ഓരോരോ ആൾ ഓരോരോ പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇത് ഫൈനൽ റൗണ്ടാണ്. ഫൈനൽ റൗണ്ടിൽ കൂടുതൽ ആര് പോയിന്റ് എടുക്കും അവരാണ് വിന്നർ. അപ്പോൾ 3ാമത്തെ റൗണ്ടിന്റെ ചാലഞ്ചിന്റെ പേരാണ് ആക്ടിങ് സ്മൈൽ ചാലഞ്ച്. നീ തുടങ്ങുമോ ഞാൻ തുടങ്ങുമോ? ഫസ്റ്റ് ഞാൻ തുടങ്ങാം. നീ തുടങ്ങാന്നാ? ഗൈസ് സ്റ്റാർട്ട്. നമുക്ക് രണ്ടാൾക്കും സംസാരിക്കാം കേട്ടോ. സംസാരിക്കാം. ഗൈസ്, ഇന്ന് എന്റെ തലവന്റെ ആക്ടിങ് ആക്കാം. ആരാ നീ? തലവൻ ആര്? പറയാം. അല്ല മോനെ, പറഞ്ഞിട്ട് തുടങ്ങോ? ഞാൻ പറയാം. അത് നിങ്ങക്ക് ഇപ്പൊ ഞാൻ മനസ്സിലാക്കി പോരെ. യാരടിച്ച് ഭൂമി അതിർത്ത് അടിച്ച് എന്ത് പറയത് ഡയലോഗ്? യാരടിച്ച ഭൂമി അടിച്ച തല. വിജയിന്റെ എന്തോ ഒരു ഡയലോഗ് ഉണ്ട്. ഇപ്പൊ വിജയാ നീ? ഒരു ആവശ്യത്തിനൊരു ഡയലോഗും വരുന്നില്ല. എങ്ങനെ ചിരിപ്പിക്കവനെ? ക്യാരക്ടർ മാറ്റി പിടിക്കും. ടൈം 50 മിനിറ്റ് ആയി. അല്ല സോറി, 50 സെക്കൻഡ് ആയി. ഇനി 2 മിനിറ്റേ ടൈം ഉള്ളു പോവാനും. എന്താ ആരെങ്കിലും ഒരു ക്യാരക്ടർ പിടിക്കുമോനെ? ക്യാരക്ടർ ഹീറോ പോലെ ലുക്ക് ഉണ്ടായാൽ മാത്രം പോരാ. വരുന്നില്ലടാ യാറിന്റെ ക്യാരക്ടർ. ഫസ്റ്റ് തന്നെ പാങ്ങുണ്ടായി. 1 മിനിറ്റിന്റെ അടുത്തായി. 1.5 മിനിറ്റ്. ഈ 3ാമത്തെ ചാലഞ്ച് ഞാൻ തോക്കും തോന്നുന്നുണ്ട്. നമ്മൾ മിമിക്രി ഒന്നും ആക്കിയിട്ട് ഇതില്ലല്ലോടാ. 2:20 സെക്കൻഡ് ആയി. ഇതാരാ? പവർ സ്റ്റാർ പുനീത് രാജ്കുമാർ. നിന്റെ കോമഡി ആക്കാൻ പറഞ്ഞതല്ലേ? ആക്ഷൻ ആക്കാനാ പറഞ്ഞ? അല്ലെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ആക്ഷൻ കാണിച്ച എന്തെങ്കിലും നീ ചിരിക്കുന്നു വിചാരിച്ച. ഗായ്സ്, ഇവൻ ചിരിക്കുന്ന പോലെ കാണുന്നില്ല. ഇനി ഒരു 10 സെക്കൻഡ് കൂടി. ഞാൻ കൈ പൊക്കി, ഞാൻ തോറ്റു കൊടുത്ത്. 3ാമത്തെ റൗണ്ട് ഞാൻ തോറ്റ്. എന്റെ അടുത്ത് ഞാൻ കൈ പൊക്കി. ടൈമർ ഓഫ്. അപ്പോ 3 സെക്കൻഡ് ആയി. ഇനിയിപ്പോ എന്റെ റൗണ്ടാണ്. അപ്പൊ ഞാൻ എടുക്കട്ടെ. ടൈമർ സ്റ്റാർട്ട്. ഇനിയിപ്പോ ആരാ ആക്ടിങ്? ഞാൻ കോമഡി ഒരു ആക്ടറിനെ പിടിക്കാം. മറ്റേ ഇവന് വടിവേൽ. കൈപ്പുള്ള എന്നെ കൈപ്പുള്ള കൗത്തില്ലേ? സൈക്കിളിൽ പോയോണ്ടുണ്ടാകുമ്പോ കൈപ്പുള്ള എടുവണ്ടി. അത് ഒരു കോമഡി സീന് പറയാം കേട്ടോ. ആ ഒരു പടത്തിന്റെ ഒരു കിളവൻ വന്ന് ഇവനെ അടിക്കും. ഞാൻ വടിവേലിന്റെ അസിസ്റ്റന്റിനെ അടിക്കും. ശരിയാ? ഞാൻ ഒരു ഒന്ന് സ്റ്റോറി പറയട്ടാ. അപ്പൊ അടിക്കാൻ നിൽക്കുമ്പോ ടൈമർ ഇനിയുണ്ട്. വടിവേൽ ഉള്ളിലുണ്ടാവും കേട്ടോ. ഇവരുടെ അസിസ്റ്റന്റിനെ എല്ലാരും അടിക്കും കേട്ടോ. അസിസ്റ്റന്റിനെ അടിച്ചിട്ടുണ്ടല്ലേ? അസിസ്റ്റന്റ് പോയിട്ട് വടിവേലിന്റെ അടുത്ത് കംപ്ലൈന്റ് പറയും, എന്നെ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വടിവേല് ദേഷ്യത്തില് ആരാന്ന് അവൻ അടിച്ചതെന്ന് ചോദിക്കും. ശരിയാ? അപ്പോൾ അടിച്ചത് ആരാന്ന് ചോദിക്കുമ്പോ ഇവൻ പറയും അടുത്ത വീട്ടിലത്തെ കിളവൻ എന്ന് പറയും. ശരിയാ? അപ്പോ വണ്ടി എടുക്കുക, ആ കിളവനെ ഇപ്പൊ അടിച്ചു കൊല്ലാന്ന് പറയും. ശരി വന്നിട്ടില്ല? എനിക്കും ശരി വന്നിട്ടില്ല, കുഴപ്പമില്ല. ഇനി ഒരു കോമഡി കൂടി വരാം. ഇവര് കേസിനുള്ളിൽ പോവും. ആര്? വടിവേല് കേസിന്റെ ഉള്ളിൽ പോവും. ഉള്ളിൽ പോയിട്ട് ഇവരുടെ അസിസ്റ്റന്റിന്റെ അടുത്ത് പറയും പോയിട്ട് ജാമ്യം എടുത്തിട്ട് വാങ്ങും. അപ്പോൾ ഇവർ എവിടെ പോയിട്ട് ജാമ്യം എടുത്തിട്ടുണ്ടോ? എവിടെ പോയിട്ട് എടുത്തിട്ടുണ്ടോ? നിങ്ങക്ക് സംസാരിക്കാൻ പോകാനോ? എവിടെ പോയിട്ട് എടുത്തിട്ടുണ്ടോ? അറിയില്ലേ? ചന്ത മാർക്കറ്റിൽ പോയിട്ട് ജാമ്യം ഉണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടോ? ശരി വന്നില്ല? വടിവേലും ഇല്ലേ? ഇനിയിപ്പോ ഒരു ശിവകാർത്തികേയൻ അല്ല, ശിവകാർത്തികേയനൊന്നും ഞാൻ എടുക്കലില്ല. എന്താന്ന് പറ, ശിവകാർത്തികേയൻ്റെ എല്ലാം എടുത്ത എന്താ അവസ്ഥ അറിയോ ബാനു? എല്ലാരും അടിച്ചിട്ട് നമ്മൾ ഒരു വില്ലന്മാരുടെ മാത്രം നമ്മൾ ക്യാരക്ടർ എടുക്കണം. വില്ലന്മാരനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ ഒരാളെ അടിച്ചു കൊല്ലി, പിന്നെ റേപ്പ് ചെയ്യി, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്ന ഗൈസ്. ഇവിടുത്തെ ലൈഫിൽ നമ്മളിപ്പോ ഒരു എന്താ പറയുക, സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. ഇതില് വരുമ്പോ നീ ലൈഫിന്റെ ഇത് കാണിക്കാൻ എന്തൊക്കെ പറയാൻ പോണേ അല്ലേ? ഇതും ടൈമറും ആവുന്നുണ്ടല്ലേ? ചിരിപ്പിക്കുന്നില്ല അല്ലേ? ചിരിക്കടാ ബാനു, ബാനു വല്ലതും ചിരിക്കടാ. ബാനു, ഞാൻ ഒരു പെർഫ്യൂം ഇറക്കിയിട്ടുണ്ട് ഇവിടെ ദുബായിൽ വെച്ചിട്ട്. ഞാനും വലിയ പൈസക്കാരാവാൻ പോകുന്നുണ്ട്. ആ പെർഫ്യൂമിന്റെ സ്മെല്ല് എങ്ങനെ ഉണ്ടാവും അറിയാം?
ആണോ കേക്കണോ? അല്ല കേക്കണമെന്നല്ല, സ്മെൽ അടിക്കണോ? ചിരിച്ചിട്ടില്ല. ഞാൻ ജയിച്ചു ഗായ്സ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളിവിടെ അടുത്ത ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പോയിട്ട് അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ഞാൻ കഴിക്കാൻ പോവാണ്. ചിക്കൻ മട്ടൻ വേണോ? ചിക്കൻ മതി. ചേട്ടൻ എന്ത് കഴിക്കുന്ന ഒരു സസ്പെൻസിൽ നമ്മൾ അവിടെ നോക്കിക്കോളി. भाई खाना में क्या क्या है? खाना में है चिकन बिरयानी, मटन बिरयानी, फ्राइड राइस है, चाउमीन है, का चपाती है, सब्जी है, एक मटन बिरयानी, दूसरा व्हाइट राइस है। हाँ व्हाइट राइस है। एक मटन बिरयानी, एक व्हाइट राइस। हाँ प्लेन വല്ലതും പറയാണ്ടാ? ഒന്നും പറയാനില്ല. എന്താ ഫുള്ള് സ്പെഷ്യൽ കഴിച്ച ഒന്നുമില്ല. കുറച്ചിട്ടല്ലേ ബിരിയാണി ബിരിയാണി തിന്നണത് പിന്നെ തിന്നണ്ടേ? അവ ഫുള്ള് നീ കാലിയാക്കണോ? സ്പെഷ്യൽ വേണം എനിക്ക്, സ്പെഷ്യൽ വേണം. അച്ചാർ റെസിപ്പിന്റെ പേരെന്താ അറിയോ? പറക്കും വൈറ്റ് റൈസ്. ഈ മട്ടൻ പീസ് ഉണ്ടല്ലേ, അലുവ പീസ് കുറച്ച് റൈസിങ് കൊണ്ട് ഗൈസ്. അപ്പൊ നമ്മള് കഴിച്ച് തീർത്തിട്ടുണ്ട്. ഞാൻ ഫുള്ളായി തീർത്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ ആയിട്ട് നോക്കി ഇത് മാത്രം കാണിക്കട്ട, കുറച്ച് ബാക്കിയുണ്ട്. ഇവിടെ നോക്കി ഗൈസ്, ഇനിയും കുറച്ചും കൂടി റൈസ് ബാക്കിയുണ്ട്. കുറച്ച് മാത്രം കഴിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് വീക്ക് ഒരു അടിപൊളി ചാനൽ വീഡിയോ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ കമന്റുകൾ അഭിപ്രായം അറിയിച്ചില്ല. നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ.